ഓ 300 ഇഷ്ടിക 1 മണിക്കൂറിൽ ചേർത്തൊട്ടിക്കുന്ന ബംഗാളി. ഹാർഡ് വർക്കിംഗ് ബംഗാളി. ഹാർഡ് വർക്ക് ഇല്ലാത്ത മലയാളി. ഇയാൾക്ക് വട്ടായ ഇത് പൊളിക്കും. എന്തേ ഇഷ്ടന് വല്ല ലോട്ടറി അടിച്ചാ ഇങ്ങനെ ഇരുന്ന് ചിരിക്കാൻ? അതോ നല്ല കഥ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഥ എന്ന് വെച്ചാൽ ഒരിടത്തൊരിടത്ത് കൂടുതൽ ഒരിടത്തേക്ക് പോകണ്ട. മലയാളം വായിക്കാൻ പറ്റാത്തൊരാള് മലയാളം വായിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? നല്ല രസമായിരിക്കും. അപ്പോൾ ആ മലയാളം വായിക്കാൻ അറിയാത്തയാൾ വായിക്കുന്നത് ബൈബിൾ ആണേലോ. എന്തോന്നേ? അല്ല, മലയാളം വായിക്കാൻ അറിയാത്ത ഒരാളെ ബൈബിൾ വായിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് ഉള്ള ഒരു വീഡിയോ നല്ലതായിരിക്കില്ലേ? ഒരുമാതിരി ഓവർ ടാലന്റ് പരിപാടി കാണിക്കലോട്ടാ. അല്ല, ഈ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആയെങ്കിലോ? ഇവിടെ നോക്കൂ, ജാഗരൂകതയുള്ളവനാക്കുന്നു. എനിക്കിത് വാക്കറിയാം, പക്ഷെ വായിക്കുമ്പോ നാക്കു പഠിക്കണം. അവളെ കുറിച്ചുള്ള വിചാരം അവന്റെ ഇങ്ങനത്തെ ഇത് വരുന്ന ഇന്ത്യ എന്നാ വായിക്കുന്നത്. അവന്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. ഞാൻ വായിക്കാം കേട്ടോ. യൗവനത്തിൽ അവൾ വിവാഹത്തേക്കുള്ളമോ വിവാഹിതയാകുമോ? ചിരിക്കാതെ വിട്ടത് ബൈബിളാട്ടോ. വിവാഹിതയാകുമോ? ഇതല്ല ഇത് വായിക്കേ. കർത്താവിന്റെ ഇടയൻ. മമ്മി ഒന്നും പറയുന്നത്. കർത്താവാണ് എന്റെ ഇടയൻ. എനിക്കൊന്നിനും ഞാൻ വായിക്കാം. കർത്താവാണ് എന്റെ ഇടയൻ. എനിക്ക് നീ മലയാളം പഠിപ്പിക്കുന്നത്. തന്റെ സമയം നാമത്തെ ഞാൻ പെട്ടെന്ന് വായിച്ച നാമത്തെ പ്രതി നിത്യയാണോ നീതിയാണോടാ? നീതിയുടെ ധനത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അതാണ് വായിച്ചത്. അവിടുത്തെ എവിടെ കുട്ടു? അവിടുന്ന്. വെരി ഗുഡ്. അതും സെയിം കണക്ഷൻ. കുട്ടു അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങയുടെ ഊന്നുവടിയും മരണത്തിന്റെ മരണത്തിന്റെ ഇതിലൂടെ താഴ്വരയിലൂടെ നടക്കുന്ന അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. വെരി ഗുഡ്. എനിക്കറിയാം. എന്റെ ഞാൻ വായിക്കാം. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം
കവിഞ്ഞൊഴുകുന്നു. വെരി ഗുഡ്. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗ്രഹിക്കും. അനുഗമിക്കും. എന്ത് മിസ്ലീഡിംഗ് ആണ്. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും.